കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തെ തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുവാടി എന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട കർഷകൻ മധുസാറിന്റെ കൂടെയാണുള്ളത്. ഏകദേശം കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്കൊന്ന് നോക്കാം. നമസ്കാരം സാർ. സാറിന്റെ ഒരു അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഫാദർ അസുഖമായിട്ട് കിടക്കുമ്പോൾ ഞാനിത് ഏറ്റെടുത്തതാണ്. ഏറ്റെടുക്കുമ്പോൾ ഇത് നന്നായി പോയിരുന്നു. എനിക്കൊരു 5000 കവുങ്ങുണ്ട്. ഒരു 35 ടണ്ണ് വരെ അടയ്ക്ക എനിക്ക് കിട്ടിയിരുന്നു. പ്രളയം വന്ന ശേഷം എനിക്കതൊരു 5 ടണ്ണ്, 6 ടണ്ണ്, 7 ടണ്ണ് വരെ ഉണ്ടായി. ഞാനിത് മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് നെറ്റ് സർഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട് എൻ്റെ ഏജൻറ്റുമായിട്ട് എൻ്റെ വീട്ടിൽ വരികയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നമുക്ക് കോസ്റ്റ്ലി കുറവാണ്, അല്ലെങ്കിൽ തന്നെ കൃഷിയിൽ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കോസ്റ്റ് നമുക്ക് തൊഴിലാളികളെ ലേബർ ചാർജ് കുറച്ച് എങ്ങനെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകും, എന്നാലേ നമുക്ക് ഇന്ന് ലാഭം കിട്ടൂ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ നെറ്റ് സർഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഞാനൊരു 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കവുങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം വന്ന ശേഷം ഇതിൻ്റെ അടിയിൽ ചീഞ്ഞ് ഇത് നഷ്ടപ്പെടുകയും മുകളിൽ ഇതിൻ്റെ വളർച്ച നിന്ന് കൂമ്പടഞ്ഞ് കവുങ്ങ് നഷ്ടപ്പെടുക, മഞ്ഞളിപ്പ് വരിക, ഇത് വന്ന ആയിരുന്നു എൻ്റെ കവുങ്ങിൻ്റെ മെയിനായിട്ടുള്ള അസുഖങ്ങൾ. ഇത് ഞാൻ നെറ്റ് സർഫിൻ്റെ മരുന്നുകൾ NPK സെറ്റ് ആണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചൊരു 3 വർഷത്തോളമായി. ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കവുങ്ങുകൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെ ഉൽപാദനം കൂടുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടെ എത്ര കവുങ്ങുകൾ വരുന്നുണ്ട്? ഏകദേശം ഇവിടെ 3000 കവുങ്ങ് വരും. 3000 കവുങ്ങുകളോളം വരുന്നുണ്ട് അല്ലേ? ഈ 3000 കവുങ്ങുകൾക്ക് നമ്മുടെ 3 വർഷമായിട്ട് നമ്മുടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി വരുന്ന അപ്പുറത്തെ അതിന് വെറും ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നെറ്റ് സർഫ് മാത്രം ഉപയോഗിക്കുന്ന തോട്ടങ്ങളാണ്. ഈ കവുങ്ങിനൊക്കെ കൂമ്പടഞ്ഞു പോയതിനെ തിരിച്ചു വന്നതാണ്. അതെ 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 അതെ. സാറിന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട്. ഓക്കെ സാർ, താങ്ക് യു. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവരും ജൈവ കൃഷിയിലേക്ക്. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലം തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുവാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട മധുസാറാണ്. ഏകദേശം ഒരു 10 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് കൃഷി ചെയ്യുന്ന വളരെ മികച്ച ഒരു കർഷകന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്. കാരണം നമ്മുടെ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ വീഡിയോയും നമ്മുടെ വളപ്രയോഗത്തിന്റെ വീഡിയോ എല്ലാം കാർഷിക മേഖലയിലെ കൃഷിക്കാരുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ വളരെയധികം കൃഷിയിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ മധുസാറ് കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഏകദേശം 2000-ലധികം വരുന്ന കവുങ്ങുകളുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഏകദേശം 3000-ലധികം വരുന്ന കവുങ്ങുകളുണ്ട്. ടോട്ടൽ 5000-ലധികം വരുന്ന കവുങ്ങുകൾ, ജാതി തുടങ്ങിയ കൃഷികൾക്കൊക്കെ, റബ്ബർ തുടങ്ങിയ കൃഷികൾക്കൊക്കെ മധുസാർ നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. NPK, ഷേത്ത്, സ്റ്റിമറിച്ച് തുടങ്ങിയ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾ, വളപ്രയോഗം, ഗ്രോത്ത് തുടങ്ങിയവയൊക്കെ അടങ്ങിയ വളരെ റിസൾട്ട് ഉളവാക്കുന്ന കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓർഗാനിക് സർട്ടിഫിക്കേഷനോടുകൂടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് പ്രിയപ്പെട്ട മധുസാർ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ബഷീർ സാറാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മലപ്പുറം ജില്ലയിലും തുടർന്ന് നമ്മുടെ കേരളത്തിൽ ഉടനീളം വിതരണം നടത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്ത് റിസൾട്ട് വളരെയധികം നേടിയെടുത്ത പ്രിയപ്പെട്ട ബഷീർ സാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മധുസാറിനെ ഈ ഒരു വീഡിയോയിലേക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് നിങ്ങൾ ചെറിയൊരു ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പോകാം. ഏറെ സ്നേഹപൂർവ്വം മധുസാറിനെ നമ്മുടെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം, ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ വളപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മധുസാർ, കർഷകർക്ക് വേണ്ടി, കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ മാത്രമാണ് കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ സാറിന്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ നെറ്റ് സർഫിന്റെ വളം എന്ന് പറയാൻ പറ്റില്ല, ജൈവ ഉൽപ്പന്നമാണ്. ജൈവം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്.
ജൈവോൽപ്പന്നങ്ങളാണ് നമുക്ക് മണ്ണിൻ്റെ ഘടന മാറ്റാനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിനെ ഉണ്ടാക്കി കൊണ്ടുവരാനും മണ്ണിരകളുടെ പ്രവർത്തനം ഊർജ്ജമാക്കാനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഫസ്റ്റിൽ എനിക്കിതിനെക്കുറിച്ചൊരു വലിയൊരു വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു നോക്കി. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കവുങ്ങുകൾ തെളിഞ്ഞു വരല് തുടങ്ങി. അതിന് മഞ്ഞളിപ്പ് പോകുന്നുണ്ട്. കവുങ്ങിൻ്റെ കൂമ്പ് അടഞ്ഞു പോകുന്ന ഇത് ശരിയായി വരല് തുടങ്ങി. അടക്കയുടെ ഉൽപ്പാദനം കാര്യക്ഷമമായിട്ടില്ലെങ്കിലും ഒന്ന് പ്രോഗ്രസീവ് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു പച്ചപ്പ് വരുന്നുണ്ട്. തോട്ടങ്ങൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ബലം ഉള്ള രീതിയിലാണ് നമ്മൾ കവുങ്ങുകളാണെങ്കിലും തെങ്ങാണെങ്കിലും ജാതിയാണെങ്കിലും റബ്ബറാണെങ്കിലും എല്ലാത്തിനും ഒരു ഫലഭൂയിഷ്ഠിത നമുക്ക് കാണുന്നുണ്ട്. ഉൽപ്പാദനം കൂടുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഞാനതിന് 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു വർഷം ഞാൻ 4 തവണകളായിട്ട് ഉപയോഗിച്ചു. രണ്ടാമത്തെ തവണ ഞാനൊരു 3 തവണയായിട്ട് ഉപയോഗിച്ചു. മൂന്നാമത്തെ തവണ ഞാൻ 2 തവണയായിട്ടാണ് ഉപയോഗിച്ചത്. എന്നാലും എനിക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. നമുക്ക് ലേബർ ചാർജ് വളരെ കുറവാണ്. ഇതുമായിട്ടനുബന്ധിച്ച് നമ്മൾ 1-2 കാടുവെട്ടിൽ വെട്ടി കൊടുത്താൽ മതി. അതിൻ്റെ കവുങ്ങിൻ്റെ ചുറ്റുപാടുന്ന ചിലവർ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ചുറ്റുപാടും ഒരു കൈക്കോട്ട് കൊണ്ട് കളക്കാതെ വെറുതെയാണ് ചെയ്തത്. രണ്ടാമത് ഞാനൊരു ചെറിയൊരു കുഴി കുത്തി അതിലേക്ക് പാർന്ന് അതൊന്ന് തട്ടിയിട്ടിട്ടാണ് പോയിരുന്നത്. ഏറ്റവും നല്ലത് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല നമുക്ക് തൊഴിലാളികളെ കിട്ടാത്ത ഒരു സന്ദർഭമാണെങ്കിൽ മണ്ണിലേക്ക് നേരിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ഇത് കുറേ ആളുകളോട് ബന്ധപ്പെട്ട് പല ആളുകളും നമ്മുടെ തോട്ടങ്ങൾ വന്ന് കാണുന്നുണ്ട്. കർഷകരെ നമുക്ക് വഞ്ചിക്കാതെ, കർഷകൻ്റെ ജീവിതം ഇന്ന് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്ന് നമുക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാലേ നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ കട്ട് ചെയ്തോ? നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു പ്രോബ്ലം 2018 പ്രളയത്തിന് ശേഷമാണ് കുറെ ബുദ്ധിമുട്ടുകൾ വന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്നും മാറ്റി ആ പ്രളയത്തിൽ നിന്ന് വന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി നെറ്റ്സർഫിന്റെ നമ്മുടെ ലിക്വിഡ് ബേസ് ആയിട്ട് വളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കമ്പനി പറയുന്നത് തന്നെയാണ്, ലേബർ കോസ്റ്റ് നമുക്ക് 25% മുതൽ 40% വരെ കുറക്കാൻ പറ്റുമെന്നുള്ളത്. അത് കുറച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല റിസൾട്ടോട് കൂടി ഒരു വളപ്രയോഗം വേറെ ചെയ്യാതെ തന്നെ ഈ ഒരു വളപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എല്ലാ കർഷകരോട് പറയുന്നത്, സാറ് പറഞ്ഞതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ സാർ ഉപയോഗിച്ചു, അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഇത്രയും ഏക്കർ കണക്കിൽ തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓരോ കർഷകരോടും നമുക്ക് പറയാനുള്ളത്, ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക, അതിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് ഇവിടെ വീക്ഷിക്കാം. ബഷീർക്കാണ് നമ്മുടെ കൂടെയുള്ളത്. അതേ മലപ്പുറം ജില്ലയിലെ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ആ തോട്ടം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പച്ചപ്പോടുകൂടി കരുത്തോടുകൂടി കൂടുതൽ ഈൽഡിലേക്ക് 6 ടണ്ണ് കിട്ടിയെടുക്കുന്നതിന് നമുക്ക് 10 ടണ്ണ് മുകളിലേക്ക് നമുക്ക് ഈൽഡ് അടക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കുക. തീർച്ചയായും രാസവളം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് സാർ. കാരണം കാർഷിക മേഖലയിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുക. നമ്മളെ കൃഷിഭൂമി നമ്മൾ മരുഭൂമിയാക്കി തീർക്കാതിരുന്നാൽ വരുന്നൊരു തലമുറയ്ക്കും കൂടി അത് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായും അത്രയാണ് എനിക്ക് പറയാനുള്ളത്. മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു, അവയൊക്കെ നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഉൽപ്പന്നങ്ങളാണ്. നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു സർ. താങ്ക് യു.